ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് KSCCയിലെ അവസാനമായിരുന്നു. സൂപ്പർ കപ്പിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുതിയ ഹെഡ് കോച്ചിനെ നിയമിച്ചത്. സ്പാനിഷ് കോച്ചായ ഡേവിഡ് കാറ്റാലയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ചായി നിയമിച്ചത്. ബ്ലാസ്റ്റേഴ്സ് റാഫ മോണ്ടിനെഗിനെയും ഡേവിഡ് കാറ്റാലയോടൊപ്പം സഹപരിശീലകനായി നിയമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വേർപിരിഞ്ഞത് റാഫ മോണ്ടിനെഗ്രോ. ഇതിനുശേഷം വ്യാപകമായ റൂമറുകളുണ്ടായിരുന്നു ഡേവിഡ് കാറ്റാല ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് ഡേവിഡ് കാറ്റാലയ്ക്ക്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ടീം വിട്ടേക്കുമെന്നുള്ള വ്യാപകമായ ന്യൂസുകളുണ്ടായിരുന്നു. ഇപ്പോൾ റെജിൻ ടീറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നു, IFTWC റിപ്പോർട്ടറായ റെജിൻ ടീറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നു ഡേവിഡ് കാറ്റാല അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായി തുടരും എന്നാണ് ഇപ്പോൾ റെജിൻ ടീറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡേവിഡ് കാറ്റാലയുടെ സഹപരിശീലകരെ നിയമിക്കും. ഇവരെ അധികം വൈകാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിൽ ഡേവിഡ് കാറ്റാലയോടൊപ്പം പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിൽ വരും എന്നാണ് ഇപ്പോൾ റെജിൻ ടീറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡേവിഡ് കാറ്റാലയ്ക്ക് പുതിയ സഹപരിശീലകന്മാരെ അധികം വൈകാതെ ബ്ലാസ്റ്റേഴ്സ് നിയമിക്കും എന്നാണ് ഇപ്പോൾ റെജിൻ ടീറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഡേവിഡ് കാറ്റാല അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരും. അദ്ദേഹത്തിന്റെ സഹപരിശീലകന്മാരെ ബ്ലാസ്റ്റേഴ്സ് അധികം വൈകാതെ നിയമിക്കും. അവർ പ്രീ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ റെജിൻ ടീറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.